ഞങ്ങളുടെ കുളത്തിലെ കുറെ മീനുകളുണ്ടായിരുന്നു. പക്ഷെ വലയിടാത്തത് കൊണ്ട് പക്ഷികളൊക്കെ പിടിച്ച എണ്ണത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കുഞ്ഞിനെ കണ്ടപ്പോൾ വീണ്ടും ആശ്വാസമായി. രാത്രി യുവിക്കുട്ടൻ ഇടയ്ക്കിടെ ഉണരുന്നത് കൊണ്ട് ഞാൻ കൃത്യം ഒരു 9:30-10 ആയപ്പം എന്റെ ദിവസം തുടങ്ങി. അതുപോലെ യുവിക്കുട്ടനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് തോർത്തിയെടുത്ത് സുന്ദര കുട്ടപ്പനാക്കി അവന്റെ അമ്മൂമ്മയുടെ കയ്യിൽ ഉറങ്ങാൻ കൊടുത്തു. കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ചെക്കൻ ഉറക്കം പിടിക്കും. അത് കഴിഞ്ഞ് പിന്നാമ്പുറത്തേക്ക് ചെന്നപ്പോൾ കാണുന്നതോ ചെക്കന്റെ അച്ഛനൊരു കില്ലാടി തന്നെ. ഇത്രയും സ്നേഹവാനായ ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെ. അല്ലെങ്കിലും ഈ സമൂഹത്തിൽ ഭാര്യ ചെയ്യുന്നത് കടമയും ഭർത്താവ് ചെയ്യുന്നത് ഹെൽപ്പും എന്നാണല്ലോ. അതിൽ നിന്നും വേറിട്ട് ചിന്തിച്ച് എന്റെ ഭർത്താവിന് ഒരു സ്നേഹോപകാരം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി വീട്ടിലെ പൂക്കളല്ല കേട്ടോ, ഇലകൾ വെച്ച് ഞാനൊരു ബൊക്കെ ഉണ്ടാക്കി. ഏത് സാഹചര്യത്തിലും ഒരു നല്ല കാര്യത്തിന് ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നത് നല്ലതല്ലേ. വരും തലമുറയും ഇങ്ങനെ ആയിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ എന്റെ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ ആൻഡ് ലവ് അബിക്ക് കൊടുത്തു. അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അത് ഞങ്ങളുടെ ജെൻസി ടോക്കാണ്. ഇതായി കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി വെളുത്തുള്ളി എടുത്തപ്പോഴാണ് ഇഞ്ചിയില്ല. പക്ഷെ വിഷമിക്കേണ്ട, ഇഞ്ചി പറമ്പിലുണ്ട്. അതും അബി എടുത്തു തന്നു. ഇഞ്ചിയും പച്ചക്കുരുമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പും കൂടി ഇട്ടു. എല്ലാം കൂടെ ചിക്കന് പെരട്ടി അങ്ങ് എടുത്ത് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ആഹാ, അടിപൊളി ചിക്കൻ. പോരാത്തതിന് അബിയുടെ അച്ഛന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ മിഷ്ടാനം ഭക്ഷിച്ചു. എന്നിട്ട് സുഖം സ്വസ്ഥം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.